വിഭാഗീയത ഉൾപ്പെടെയുള്ള വിവാദങ്ങൾക്കിടെ CPM എറണാകുളം ജില്ലാ സമ്മേളനത്തിന് നാളെ തുടക്കമാകും. നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ പരാജയവും ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനങ്ങളും ചർച്ചയാകാനാണ് സാധ്യത. ജില്ലാ കമ്മിറ്റി സംസ്ഥാന സമ്മേളന പ്രതിനിധി തെരഞ്ഞെടുപ്പും സമ്മേളനത്തിൽ നടക്കും. ഇരുപത്തിനാലാമത് പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള CPM എറണാകുളം ജില്ലാ സമ്മേളനം നാളെ ആരംഭിക്കുമ്പോൾ പ്രധാനമായും ചർച്ചയാകുക ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയവും തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലെ പരാജയവും പാർട്ടി സംഘടനാ രംഗത്തെ പ്രശ്നങ്ങളും ചില നേതാക്കളുടെ സ്വത്ത് സമ്പാദനവുമാകും. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. സംഘടനാ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും ഉച്ചയ്ക്ക് മുമ്പ് അവതരിപ്പിക്കും. പ്രവർത്തന റിപ്പോർട്ടിൽ കൂത്താട്ടുകുളം വിഷയത്തിലടക്കം പോലീസിനെതിരെയുള്ള വിമർശനവും ഉണ്ടാകും. ഉച്ചയ്ക്ക് ശേഷം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ 16 ഏരിയ കമ്മിറ്റികളുടെയും ഗ്രൂപ്പ് ചർച്ചകൾ നടക്കും. അതിനുശേഷം സമ്മേളന പ്രതിനിധികൾക്ക് ചർച്ചയ്ക്കുള്ള അവസരമുണ്ടാകും. 2 മണിക്കൂറാവും ആദ്യ ദിവസം ചർച്ച നടക്കുക. രണ്ടാം ദിവസം ഉച്ചവരെ ചർച്ചയും ഉച്ചയ്ക്ക് ശേഷം ചർച്ചയ്ക്കുള്ള മറുപടിയും നൽകും. മൂന്നാം ദിവസം പുതിയ ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും തെരഞ്ഞെടുക്കും. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലും നിയന്ത്രണത്തിലുമാകും എറണാകുളത്തും തെരഞ്ഞെടുപ്പ് നടക്കുക. 31 സംസ്ഥാന സമ്മേളന പ്രതിനിധികളാണ് എറണാകുളത്ത് നിന്ന് ഉണ്ടാവുക. 46 അംഗ ജില്ലാ കമ്മിറ്റിയിൽ നിലവിൽ 3 ഒഴിവുകളുണ്ട്. പ്രായത്തിന്റെ പരിഗണനയിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവർ കൂടിയാവുമ്പോൾ 10ഓളം പേരെ പുതിയതായി ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനാകും. 6 പുതിയ ഏരിയ സെക്രട്ടറിമാരിൽ ആരെയൊക്കെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുമെന്നതിൽ വ്യക്തതയില്ല. എന്നാൽ കൊച്ചി ഏരിയ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ അംഗമായ PS രാജത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. നിലവിൽ 5 വനിതകളാണ് ജില്ലാ കമ്മിറ്റിയിൽ ഉള്ളത്. വനിതാ പ്രാതിനിധ്യം ഉയർത്തുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് നിന്ന് മത്സരിച്ച KJ ഷൈൻ ടീച്ചറും പുതിയതായി ജില്ലാ കമ്മിറ്റിയിൽ എത്തിയേക്കാം. ജില്ലാ സെക്രട്ടറിയായി അഡ്വക്കേറ്റ് CN മോഹൻ തുടരാനാണ് സാധ്യത. S സതീഷ്, ദേവദർശൻ എന്നീ പേരുകളും ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ചിലർ ഉയർത്തുന്നുണ്ട്. 27 നടക്കുന്ന സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.